യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ യോഗം സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ല. പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന തീരുമാനങ്ങളാണ് എടുക്കുക. തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എം സ്വരാജ് പറഞ്ഞു. യോഗം ചേർന്നു, യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അരുതാത്തതെന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതേയില്ല. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളെ സംബന്ധിച്ച് വന്ന വാർത്ത, ഇപ്പൊ കൊല്ലത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്ന വാർത്ത പക്ഷേ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ പ്രതിഫലനമല്ല. അതെനിക്ക് അത്ഭുതകരമായി തോന്നി. യോഗം കഴിഞ്ഞ് വാർത്തകൾ കാണുമ്പോൾ ഞാൻ പങ്കെടുത്ത കമ്മിറ്റിയെ കുറിച്ച് തന്നെയാണോ ഈ വാർത്ത എന്ന സംശയമാണ്. അപ്പൊ വാർത്തകൾ കുറെയൊക്കെ ഭാവനയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാർത്തയായി വരുന്നത്. അപ്പോൾ വാർത്തകളെ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ നല്ല ആഴത്തിലുള്ള പരിശോധന, സമഗ്രമായ പരിശോധന, അതിന്റെ ഭാഗമായിട്ടുള്ള തുറന്ന ചർച്ച, അതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനപ്പുറമുള്ളതൊക്കെ പിന്നെ വാർത്തയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തേ ഉള്ളൂ, അതിനെയൊന്നും കണക്കെടുക്കുന്നില്ല. നല്ലൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും. സർക്കാരിന്റെ പ്രവർത്തനം സംബന്ധിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് റിയാസിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ബന്ധുവായിപ്പോയി എന്ന കാരണം കൊണ്ടാണ് ഇതെന്നും എം സ്വരാജ് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.